ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോക്ലേറ്റ് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വീട്ടിലുണ്ടാക്കിയെടുത്താലോ. എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുമ്പോഴോ വലിയ വില കൊടുത്തിട്ടൊന്നും ചോക്ലേറ്റ് വാങ്ങണ്ട. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചോക്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. 4 ചേരുവ മാത്രം മതി. അപ്പോൾ ഇതുപോലുള്ള സിലിക്കോൺ മോൾഡ് ആമസോണിലും സാധാരണ ഷോപ്പിലൊക്കെ കിട്ടും. 100 രൂപയ്ക്ക് വില വരുള്ളൂ. അപ്പോൾ ഈ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമറില്ലേ, അതിൻ്റെ ആ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനൊരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചോളൂ. ഈ ഒരു ബട്ടർ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. ഇനി ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ എടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ചോക്ലേറ്റിന് ശരിയാവത്തില്ല. നിങ്ങൾ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും എടുത്താൽ മതി. ബട്ടറാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 50 ഗ്രാം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്. പിന്നെ ഒരു 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് കേട്ടോ 1 കപ്പ്. അപ്പം മധുരമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഈ കൊക്കോ പൗഡറും പാൽപ്പൊടിയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ. അരിച്ചെടുക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ തരികൾ കണ്ടോ, ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ തരികളും പിന്നെ പഞ്ചസാരയുടെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസൊക്കെയാണ്. നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കി മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഭയങ്കര കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ഒന്ന് മെൽറ്റാക്കിയ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത്രയുടെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് ബദാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബദാമൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ബദാം പൊടിച്ചതോ കാഷ്നട്ട്സ് പൊടിച്ചതോ അല്ലെങ്കിൽ പിസ്തായോ ഏതെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പം ഈ മിൽക്ക് ചോക്ലേറ്റിൽ ചില സമയത്ത് നട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ നമുക്ക് ഈ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ബാർ ഉണ്ടാക്കാൻ മാത്രമുള്ള എമൗണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 5-10 മിനിറ്റ്സൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചോക്ലേറ്റ് വീട്ടിലുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അതാ ഞാൻ രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഐസൊന്നും കയറി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണേ. ആ മുഖത്തെ സന്തോഷം കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. 2-3 ബാർ ഉണ്ടാക്കിയായിരുന്നു. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേസമയം വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ചോക്ലേറ്റ് ഇതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.